പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്നലെ രാത്രി ഒരു മരിപ്പും അതിൻ്റെ അടക്കവും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്തിയപ്പോൾ രാത്രി 10 മണിയായി കേട്ടോ. അപ്പം നമ്മൾ ഓറഞ്ചൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവിടെയും താമസിക്കുന്ന വീടിൻ്റെ അടുത്തും ഒക്കെ വണ്ടിക്കാരുണ്ട്. പക്ഷേ 10 മണി ആയതുകൊണ്ട് അവർ കച്ചവടം കഴിഞ്ഞ് നേരത്തെ പോയി. അപ്പോൾ ഈ വണ്ടിക്കാരൊന്നും ഇല്ലാത്ത ടൈമിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കും. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഒരു കടയുണ്ട്. നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് സന്ധ്യ ലൈറ്റൊക്കെ ഇട്ട് അതിമനോഹരമായ ചില്ലുകൂട്ടിനകത്തിരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരും ജോലിക്കാരും ഒക്കെ വാങ്ങിക്കും. അപ്പോൾ ഇന്നലെ പറഞ്ഞ കണക്ക് വണ്ടിക്കാരില്ലാഞ്ഞപ്പോൾ ഞാൻ കടയിൽ കയറി. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുടെ നേഴ്സിൻ്റെ ഫ്രണ്ടാണ് സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ അവൾക്ക് പേടി, രാത്രി ഒറ്റയ്ക്ക്, അവൾക്ക് നൈറ്റാണ്, അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി. എന്നോട് പറഞ്ഞു, ബീന വീട്ടിൽ പോകണ്ട, എൻ്റെ കൂടെ ഇരിക്കുമോ, എനിക്ക് പേടിയാന്ന് പറയുമ്പോൾ, നമ്മൾ ഒരാൾക്ക് പേടിയാന്ന് പറയുമ്പോൾ കൂടി ഇരിക്കുക. എനിക്ക് പ്രത്യേകിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഞാൻ അവൾക്ക് കൂട്ടിയിരിക്കാൻ പോയി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമായിരുന്നു. അപ്പം എനിക്കും അത് തന്നെയാണ്. കാരണം എൻ്റെ ജനനത്തോടെ എനിക്ക് കിട്ടിയൊരു കൂട്ടുകാരിയുണ്ട്, ഷുഗർ. അപ്പോൾ അത് മരണത്തോളം എനിക്കുണ്ടാവും തോന്നുന്നു. അപ്പം ഞാൻ എപ്പോഴും ഈ ചെറുനാരങ്ങ കലക്കിയ വെള്ളം കുപ്പിയിലുണ്ടാവും, മധുരമില്ലാണ്ട്. അതും പിന്നെ ഓറഞ്ച് ഒക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കിടക്കുന്ന 2 അപ്പാപ്പന്മാരും ഉണ്ട് നമുക്ക് കൂട്ടിന്. അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ ചില്ലുകൂടാരത്തിൽ കയറി ഓറഞ്ച് മേടിച്ചു. അപ്പോൾ പരിചയമുള്ളതാണ്, എന്നും കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ അച്ഛനും മോനുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹിന്ദിക്കാരൻ പയ്യനോട് പറഞ്ഞു, ചേച്ചിക്ക് 2 കിലോ ഓറഞ്ച് എടുക്കാൻ പറഞ്ഞു. പയ്യൻ ഓറഞ്ച് എടുത്തുകൊണ്ട് വന്നു, തൂക്കി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കി ഇപ്പോൾ 2-3 ചീഞ്ഞതാണ്, കാണുമ്പോൾ തന്നെ അറിയാം ചീഞ്ഞതാണെന്ന്. ഞാൻ പറഞ്ഞു, ഇത് ചീഞ്ഞതാണ്, 2 മാറ്റിത്താന്ന് പറഞ്ഞപ്പോൾ കടയുടെ മുതലാളി എന്നോട് പറഞ്ഞു, ഞാൻ എടുത്തോളാം ചേച്ചിക്ക്, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അയാൾ അകത്ത് പോയി എടുത്തുകൊണ്ട് വന്നു. നല്ല ഓറഞ്ച് നോക്കി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, സോറി ചേച്ചി, പറ്റിപ്പോയി, അവനെ അറിയത്തില്ല, പുതിയ പയ്യനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുതിയ പയ്യനെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷമായി കേട്ടോ. അപ്പോൾ ഞാൻ ഗുഡ് നൈറ്റും പറഞ്ഞു, പുള്ളിക്കാരനും ഗുഡ് നൈറ്റ് പറഞ്ഞു. നമ്മൾ പോയിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ കവർ തുറന്നു. ആ പയ്യൻ എടുത്ത സെയിം ഓറഞ്ച് തന്നെയാണ് അദ്ദേഹം അകത്തേക്ക് പോയി, ഒന്നും മാറ്റിയില്ല. എന്തിനും മനുഷ്യനായ ആ മനുഷ്യൻ അകത്തേക്ക് പോയിട്ട് ആ ചീഞ്ഞ ഓറഞ്ചെങ്കിലും, ഞാനാണെങ്കിൽ ആ ചീഞ്ഞ ഓറഞ്ചെങ്കിലും മാറ്റിയിട്ട് അത് നല്ല 2 വെച്ച് കൊടുക്കും. അതുപോലും ചെയ്ത് ആ ചീഞ്ഞ ഓറഞ്ച് തന്നെ വെച്ചിട്ട് അയാൾ എനിക്ക് എടുത്തുകൊണ്ട് തന്നു. എനിക്ക് അയാൾക്ക് ഞാൻ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാതിരുന്നിട്ടില്ല, കടം പറഞ്ഞ് വാങ്ങിച്ചിട്ടില്ല, പറ്റിച്ച് വാങ്ങിച്ചിട്ടില്ല. പിന്നെ കിലോ 50 രൂപയാണ്. നമ്മൾ വണ്ടിക്കാരുടെ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ്. വണ്ടിക്കാരുടെ കയ്യിൽ കിലോ 3 കിലോ 100, 2.5 കിലോ 100. ആ സ്ഥാനത്താണ് 1 കിലോ. ഈ 15 കിലോയ്ക്ക് 15 രൂപയാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ, 18 രൂപ ക്വാളിറ്റിയുള്ള ഓറഞ്ചിന്. അപ്പം അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ 50 രൂപയൊക്കെ വാങ്ങിക്കുന്ന അദ്ദേഹത്തിന് നല്ലത് വിൽക്കാമല്ലേ. അദ്ദേഹത്തിനൊരു വിചാരമുണ്ട്, എന്നെ പോട്ടെ, ഈ വരുന്ന ആൾക്കാരൊക്കെ മൂന്നാർ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ നാട്ടിലേക്ക് വരുന്നില്ലല്ലോ, എന്തും കൊടുത്ത് പറ്റിച്ചു വിടാന്ന് ചില കച്ചവടക്കാരെങ്കിലും ഇവിടെ കാണിക്കുന്ന പരിപാടിയാണ്. ചില ഫുഡ് വളരെ മോശമായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ട് എങ്ങുമില്ലാത്ത വില മേടിക്കുക, അതൊക്കെ വളരെ വളരെ മോശമാണ്. ആ പൈസയൊന്നും നിങ്ങൾക്ക് ഉപകരിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. പക്ഷെ ഈ 2 കിലോ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഈ ഓറഞ്ച് 50 രൂപ കൊടുത്ത്, ഞാൻ 1 കിലോ 50 രൂപ കൊടുത്ത് മേടിച്ച ഈ ഓറഞ്ച്, ഈ 100 രൂപ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. ഞാൻ എങ്ങും പോയി മോഷ്ടിച്ചും പിടിച്ചു പറിച്ചുകൊണ്ടും വരുന്നതല്ല. സ്ഥിരം കാണുന്ന പോലീസുകാരൻ 2 അടി കൂടുതലെന്ന് പറഞ്ഞത് കണക്ക് തന്നെ ഇങ്ങനത്തെ പണി ആരോടും ചെയ്യരുത്. അപ്പം നമുക്ക് ഈ ചീഞ്ഞ ഓറഞ്ച് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം ഞാൻ പൊട്ടിച്ചതൊന്നും അല്ലല്ലോ, കണ്ടില്ലേ, ഫുള്ളായിട്ടുള്ള ഓറഞ്ചാണ് കേട്ടോ. നമ്മൾ പൊട്ടിക്കുന്ന കണക്ക് തന്നെ വേണമല്ലോ നമ്മൾ ഇതാക്കാനെ, നിങ്ങൾ കണ്ടോണം. ഈ ഓറഞ്ച് പൊളിച്ചാൽ, നമ്മൾ ചീത്തയല്ലാത്ത ഓറഞ്ച് പൊളിച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. എല്ലാവർക്കും അറിയാമല്ലേ. ഇത് കണ്ടോ, ഓറഞ്ച് ഇരിക്കുന്ന നമുക്ക് ഒരു ഓറഞ്ചാണ്. എൻ്റെ ഫോണിൽ അത്ര ഇതല്ല കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഞാൻ പറ്റുന്ന പോലെ കാണിച്ചു തരാം. ഒരു ഓറഞ്ച് പൊളിച്ചിട്ട് ഇരിക്കുന്നതാണ്. ഇതാ, ഞാൻ തൊടാതെ എടുക്കട്ടെ, എല്ലാം അളിഞ്ഞാണ് ചീഞ്ഞത്. ഇതാ
ഇത് കണ്ടോ, ഈ ഇങ്ങനത്തെ ഓറഞ്ചാണ്, ചീഞ്ഞതാണ്. താഴെ പോയി. ഞാൻ അടുത്തത് കാണിച്ചു തരാം കേട്ടോ. അടുത്ത ഇത് ഓറഞ്ചാണ് കേട്ടോ, ഒരു ചെറുനാരങ്ങ അല്ല കേട്ടോ, ഇത് ഓറഞ്ചാണ്. ചില്ലുകൂട്ടിനകത്ത് ഭംഗിയിലിരിക്കുന്ന ഓറഞ്ചാണ് കേട്ടോ. ദൈവമേ, കൂടെ പോരുവാണ്. നമ്മളൊരു ഓറഞ്ച് ഉണ്ടാ ചീഞ്ഞിട്ട് ചാടുന്നുണ്ടോ, ഇത് കാണാമോ? ഇതെന്താ ചീഞ്ഞ ഓറഞ്ചാണ്. ഈ കാണിച്ച 2 എണ്ണം മാത്രമല്ല കേട്ടോ, ആദ്യം നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയ ഓറഞ്ചുകളും ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊടുത്ത ഓറഞ്ചല്ല, ഇവിടെ വന്ന് ഞാൻ പൊളിച്ചു നോക്കിയ ഓറഞ്ചാണ്. ഇത് കണ്ടോ, ചീഞ്ഞിട്ട്. ഒരു ഓറഞ്ച് പൊളിച്ച് എങ്ങനെയാണോ ഇരിക്കുന്നത്? നമ്മളൊക്കെ എന്താ ഓറഞ്ച് കഴിക്കാത്തവരാണോ ഇരിക്കുന്നത്? നോക്ക്, ഒരു ഓറഞ്ച് പൊളിച്ച് അത് എങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയില്ലേ. ഈ ചീഞ്ഞത് എന്ന് പറ്റിച്ച ചേട്ടാ, നന്നായി വാ കേട്ടോ. ചേട്ടനെ അറിയാം എന്നെ നന്നായിട്ട് അല്ലേ, 4 വർഷമായിട്ട് കാണുന്നതാണ്, സ്ഥിരം കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ്. ഇപ്പം ആദ്യം പറഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ ചെറുനാരങ്ങ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഉള്ള പണിയൊന്നും ചെയ്യരുത്. ഇന്ന് വരെ അങ്ങനത്തെ ഉള്ളതൊന്നും ചേട്ടൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുറ്റത്ത് നട്ടുപിടിപ്പിച്ച് വളർത്തി പറിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നതല്ല. എനിക്ക് വാടക കൊടുക്കണം, എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, 4 പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം. അത് കരക്കാരുടെ കഴുത്തിന് കത്തി വെച്ചിട്ടല്ല ചേട്ടാ, നന്നായിട്ട് കച്ചവടം ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ. ഈ 100 രൂപ എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് മേടിക്കുന്നത്, മനസ്സിലായോ? അത് തരുമ്പോൾ നല്ല സാധനം ക്വാളിറ്റി ഉള്ളത് തന്നില്ലെങ്കിൽ ഇതേപോലെ വിളിച്ചു പറയും നാട്ടുകാരറിയാൻ. കഴുത്തറുത്ത് മേടിക്കലേ ചേട്ടാ, അതൊന്നിനും ഉപകരിക്കില്ല കേട്ടോ. ഒരുപാട് അനുഭവമുള്ള ആൾക്കാരുണ്ട്. 2 കിലോ ഓറഞ്ച് മേടിച്ചതിൽ ഇപ്പം ഞാൻ പൊളിച്ച് നോക്കിയതിൽ ഈ കാണുന്ന 1, 2, 3, 4, 5 ഓറഞ്ച് ചീഞ്ഞാണ്. ഹോസ്പിറ്റലിൽ ഇന്നലെ രാത്രി പൊളിച്ച് നോക്കിയതിലും 4 എണ്ണം ചീത്തയായിരുന്നു. ഇപ്പൊ നമ്മൾ ഓറഞ്ച് തീർന്നേ. ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ചേട്ടാ, വീണ്ടും പറയാണ്. അപ്പൊ ചേട്ടന് അറിയാമല്ലോ, ചേച്ചി വീഡിയോ ഇടുവെന്നൊക്കെ ചേട്ടന് നന്നായിട്ട് അറിയാം. ക്ഷമിക്കാൻ പറ്റില്ല ചേട്ടാ, ചേട്ടൻ തിരിച്ചു കൊണ്ട് തന്നതാണ്. അപ്പോഴെങ്കിലും ചേട്ടന് ഇതൊന്നും മാറി എനിക്ക് തരാമായിരുന്നു. ചെറുനാരങ്ങ മേടിച്ചു, 4 എണ്ണം മേടിച്ചതിൽ ഒരെണ്ണം. കണ്ണുപൊട്ടന്മാരൊന്നും അല്ലല്ലോ ചേട്ടാ നിങ്ങള്. നിങ്ങൾക്ക് മിച്ചം വരുന്നതും ചീഞ്ഞതും ഉണെങ്കിൽ എന്താണ് പൈസ മേടിക്കണം, അല്ലെങ്കിൽ പൈസ മേടിക്കരുത്. കാരുണ്യ പ്രവൃത്തി ചെയ്യേ, നന്മ ചെയ്യേ. എന്നാ പോയി നന്മ ചെയ്യുന്നെങ്കിൽ പോലും മനുഷ്യന് ഉപകരിക്കുന്നത് വേണം ചെയ്യാൻ, ഉപദ്രവമാവരുത് കേട്ടോ. ഈ നാരങ്ങ മേടിച്ച 4 എണ്ണം ചേട്ടൻ മേടിച്ചത് എന്നോട് എത്രയ്ക്കാന്നറിയാവോ? 12 രൂപ മേടിച്ചു. 4 നാരങ്ങയ്ക്ക് ചേട്ടൻ 12 രൂപ മേടിച്ചു. അതിൽ ഒരെണ്ണം തൊണ്ടൊക്കെ കറുത്ത് വരുവാണ്, ബ്രൗൺ കളറായി ഉണങ്ങിയത്. ചേട്ടൻ വേണമെങ്കിൽ ചേട്ടന് വേണമെങ്കിൽ നാരങ്ങ കൊണ്ട് തരാം. ക്ഷീണിച്ചിരിക്കുമ്പോൾ ചേട്ടൻ്റെ മോനും കൂടി വെള്ളം കലക്കി കുടിച്ചോ, ഞാൻ ഫ്രീ ആയിട്ട് തരാം കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. അബദ്ധങ്ങൾ ആർക്കും പറ്റൂലേ, നമ്മൾക്കൊന്നും തുറന്നു നോക്കി മേടിക്കാൻ പറ്റില്ല. ചക്കയാണോ തുറന്നു നോക്കാനെന്ന് ചോദിച്ചാൽ ചില മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പുറമേ കാണുന്ന ചില കാര്യങ്ങൾ. പക്ഷേ ഈ ഓറഞ്ചൊക്കെ നമുക്ക് പുറമേന്ന് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നോക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് വിശ്വാസമുള്ള വ്യക്തികൾ നമ്മളെ പറ്റിക്കുന്നതാണ് ഇങ്ങനെ. കവറിലിട്ട് വന്നിട്ട് കെട്ടി പൊതിഞ്ഞ്. എന്തിനാ ചേട്ടാ, പറ്റിക്കല്ലേ? പറ്റിച്ചതുകൊണ്ടൊന്നും രക്ഷപ്പെട്ട ചരിത്രമില്ല ചേട്ടാ.